ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കേസരിയാണ്. അതിനായിട്ട് 1 കപ്പ് സേമിയ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വറുത്തതല്ല, നമുക്ക് വറുത്തെടുക്കണം. അതുപോലെ 3/4 ലിറ്ററോളം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ച് വെച്ചതാണിത്. പിന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതും ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് കോരിയെടുക്കാം. ആദ്യം ഇത് കോരിയെടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മുടെ സേമിയ വറുത്തായിട്ടുണ്ട്. പായസത്തിന് വറുക്കുന്ന മാതിരി നമുക്ക് അത്രയും വറുക്കണ്ട, കുറച്ച് വറുത്താൽ മതി. നമുക്കിതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇവിടെ നല്ല മഴയാണിപ്പോൾ. തീ കുറച്ച് വെച്ചിരുന്നൊന്ന് കൂട്ടി കൊടുക്കാം. സേമിയ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നോക്കിയിട്ട് പഞ്ചസാര ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. ഇത്തിരി കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് മതിയാവും. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. മധുരം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് പഞ്ചസാര കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിനകത്തേക്ക്. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിങ്ങനെ ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മളിത് പ്ലേറ്റിൽ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.